നടക്കില്ലെന്ന് വിചാരിച്ചോണ്ടിരുന്ന നടക്കില്ല. നടക്കുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് വഴികൾ തെളിയുന്നത് അപ്പ കാണാം. അമ്മ എന്നെ ഓർത്ത് പേടിക്കണ്ട. ഞാൻ ഒരിക്കലും ഒരു വിട്ടിത്തവും കാണിക്കില്ല. ദേവപ്രിയ ജയിക്കാൻ വേണ്ടി ജനിച്ചവളാ. ജയിച്ച് കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞു എന്നായിരിക്കും ഗിരി വിചാരിച്ചിരിക്കുന്നെ. അങ്ങനെയല്ലെന്ന് അധികം വൈകാതെ അയാൾക്ക് മനസ്സിലാവും. ഇന്ന് തൊട്ട് എന്റെ ഓരോ ശ്രമവും അയാളെ എന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ വേണ്ടിയായിരിക്കും. അമ്മ നോക്കിക്കോ. അമ്മയുടെ മോള് ഗിരി അണിയിച്ച താലിയിട്ട് നടക്കുന്നത് അമ്മയ്ക്ക് കാണാം. ആഹാ, നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? പിന്നെ അറിയാതെ. സ്വാതി ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്ക് രാഹുലേട്ടൻ അങ്ങോട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെയാടി അങ്ങോട്ട് വരുന്നത്? മാത്രമല്ല, സത്യം പറയാലോ, നീയും ഞാൻ തമ്മിൽ ചേരത്തില്ല. പിന്നെ എന്തിനാടി നമ്മൾ തമ്മിൽ ഒരു വഴക്ക്? ആ, എന്നാ അങ്ങനെ ഒരു വഴക്കിന് വേണ്ടിയാ ഞാനിപ്പോ വന്നത്. ചെറിയമ്മേ, കടുപ്പത്തിലൊരു ചായ എടുത്തോ. ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ആ, അതെ. ആ, നീയാ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെടി? ആ, കുഴപ്പമില്ല. ആ, നിന്റെ അച്ഛന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? ആർക്കറിയാം, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അച്ഛന്റെ കാലം കഴിഞ്ഞാൽ നീയാ നോക്കി നിർത്തേണ്ടത്. അരിക്കടയിലോ? ഞാനോ? വേറെ പണിയില്ല. എടി, അരിക്കച്ചവടത്തിന് എന്താ കുറവ്? ചെറിയച്ച, ഞാൻ വളരെ സീരിയസ് ആയ ഒരു കാര്യം രാഹുലേട്ടനുമായി ഡിസ്കസ് ചെയ്യാനാ വന്നത്. ബിസിനസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ, ആയിക്കോട്ടെ. അറിഞ്ഞല്ലോ അല്ലേ ഞാൻ ആ ആലോചന നടത്തിയതും അത് നടക്കാതെ പോയതും? ഗിരിയുടെ പറയുന്ന കേട്ടു. നിനക്ക് വിഷമമുണ്ടല്ലോ എന്ന് കരുതിയാ ആരും എന്നെപ്പറ്റി ചോദിക്കായിരുന്നു. സത്യം പറയാലോ, നീ കാണിച്ചത് ശുദ്ധ തോന്നിയാസ. എന്തിനാടി ആ പാവത്തിന് ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്? ഞാൻ അത്ര കുഴപ്പക്കാരിയാണോ? ആണോന്ന്? അണുബോംബിനേക്കാൾ മാരകമായ ആപത്താണ് നീ.